അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മദീനയിലെ രണ്ടാമത്തെ വലിയ പള്ളിയായ മസ്ജിദുൻ നബവി, അതായത് പ്രവാചകൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവിയിലേക്കാണ്. ആദ്യത്തെ മദീനയിലെ പള്ളി വരുന്നത് മസ്ജിദുൽ ഖുബയാണ്. അതിനുശേഷം പ്രവാചകൻ്റെ കയ്യാൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ ഒരു പള്ളിയാണ് ഈ ഒരു മസ്ജിദുൻ നബവി. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാം. ഏകദേശം അസറിനോട് അടുപ്പിച്ചാണ് നമ്മൾ ഈ ഒരു മദീന പള്ളിയിലെത്തിയത്. പാർക്കിങ്ങിലേക്ക് നേരിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചെങ്കിലും കൂടെ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. കാരണം ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ കാരണം കുട്ടികളെ ഇപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നമുക്ക് നോർമലി ഉള്ളിലേക്ക് കയറാൻ തവക്കലിന് മതി. പക്ഷേ റൗദയിലേക്ക് കയറാൻ തീർച്ചയായിട്ടും പെർമിറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കാറ് വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ടതിന് ശേഷം പള്ളിയിലേക്ക് നടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ അസർ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ തവക്കലിനെ ഇവിടെ നിർബന്ധമായിട്ടും കാണിക്കണം. തവക്കലിനെ മാത്രമാണ് ഈ ഒരു പള്ളിയിലേക്ക് കയറാനുള്ളൊരു പെർമിഷൻ വരുന്നത്. ഇപ്പോൾ 2 ഡോസിൻ വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു മസ്ജിദിലേക്ക്, അതുപോലെ തന്നെ മക്കയിലെ ഹറമിലേക്കും ഒക്കെ പ്രവേശനമുള്ളൂ. പള്ളി ഒരുപാട് വികസനങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ഒക്കെ പ്രവാചകൻ്റെ കാലശേഷം തന്നെ വിധേയമായിട്ടുണ്ട്. 932 മുതലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് പരിഷ്കാരങ്ങൾക്ക് വിധേയമായത്. പിന്നെ 951 മുതൽ അബ്ദുൽ അസീസ് രാജാവ്, ആധുനിക സൗദി അറേബ്യയുടെ രാജാവ് വന്നത് മുതൽ കുറച്ചുകൂടി കൂടുതലായിട്ട് പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടാണ് ഈ ഒരു പള്ളി തുടക്കം കുറിച്ചത്. പിന്നെ അതിനുശേഷം 974 ഫൈസൽ രാജാവും 985 ഫഹദ് രാജാവിൻ്റെ കാലത്തുമാണ് ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് പള്ളി ഏറ്റവും കൂടുതലായിട്ട് വികസിപ്പിച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അബ്ദുള്ള രാജാവിൻ്റെ കാലത്ത് ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ. ഏകദേശം 16 ലക്ഷത്തോളം ആളുകൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഈ ഒരു പള്ളിയിലുണ്ട്. അതുപോലെ തന്നെ ഈ ഗേറ്റ് സംവിധാനങ്ങളൊക്കെ ലോകത്തിൻ്റെ എവിടെ നിന്നും ഈ മദീന പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റ് വഴി നോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു കാലത്താണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ പെർമിഷൻ കിട്ടിയതനുസരിച്ച് നമ്മൾ പ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെയും അവിടത്തേക്ക് സലാം പറയാൻ വേണ്ടി പോവുകയാണ്. അവിടെ സലാം പറയാൻ മാത്രമേ നമുക്ക് പാടുള്ളൂ. മറ്റ് കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് അനുവാദമില്ല. നമ്മുടെ ഇടതുഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗമാണ് റൗള ഷെരീഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഭാഗം സ്വർഗ്ഗപ്പൂന്തോപ്പിൽപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഞാൻ ഈ ഒരു ഭാഗം വീഡിയോ എടുക്കണ്ടേ എന്ന് ഞാൻ ഒരുപാട് കരുതിയിരുന്നു. പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകൾ, കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വറഹ്മത്തുള്ളാഹി അലൈക വബറകാതുഹു. ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോയുടെ ഇടത് ഭാഗത്തായിട്ടുള്ളതാണ് പ്രവാചകൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതിനടുത്തായിട്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതിനടുത്ത് ഉമർ അള്ളാഹുവിൻ്റെ ഖബർ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. കാരണം അത് ആയിഷ ബീവിയുടെ വീട്ടിനുള്ളിലാണ് പ്രവാചകൻ്റെ ഖബർ. ഏകദേശം 3 ഭിത്തികൾക്കുള്ളിലാണ് ഈ ഒരു ഖബർ സ്ഥിതി ചെയ്യുന്നത്.
പ്രവാചകൻ്റെയും അനുചരന്മാരുടെയും ഖബറുകൾക്ക് നിലവിൽ എല്ലാവർക്കും പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു പച്ച കർട്ടനാണ് ഇതിലൂടെ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹോളിലൂടെ നോക്കിയാൽ ആ ഒരു പച്ച കർട്ടൻ മാത്രമേ കാണുള്ളൂ. എന്നാൽ ഹിജിറ 91 മുതൽ ഈ ഒരു മക്ബറകൾ അടങ്ങിയ മുറിയിൽ ഒരിക്കലൊഴികെ ആരും പ്രവേശിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യം. 800 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹിജിറ 881 ശവ്വാൽ 5-നായിരുന്നു ഈ ഒരു മുറിയിലേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പ്രവേശിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ പ്രവേശിക്കാനുണ്ടായ ഒരു കാരണം പറയുന്നത് ഉള്ളിൽ നിർമ്മിച്ച ആ ഒരു 3 മതിൽക്കെട്ടിൽ ഒരു മതിൽക്കെട്ട് പൊളിഞ്ഞു വീണതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം പുനർനിർമ്മിക്കേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് മദീന ഗവർണറും ഹറമിലെ അവിടെയുള്ള റൗദയിലെ പണ്ഡിതന്മാരൊക്കെ യോഗം ചേർന്ന് ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയിൽപ്പെട്ട ഒരാളാണ് നൂറുദ്ദീൻ ബിൻ അലി സമഹൂദി എന്ന ഒരാൾ. അദ്ദേഹം വഫ അൽ വഫ എന്ന ഒരു മഹത്തായ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയാണ്. അദ്ദേഹം ഹിജ്റ 911 അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ മുറിയുടെ ഉള്ളിൽ ഫുള്ള് മണലാണ്. അതുപോലെ തന്നെ കാലപ്പഴക്കം മൂലം ഖബറുകളുടെ വളരെ ചെറിയ അടയാളങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവാചകൻ്റെ ഖബറുകളൊക്കെ പല നെറ്റിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതൊക്കെ ഫേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മദീനയിൽ വന്നവരാരും തന്നെ ഒരു തുള്ളി കണ്ണുനീര് തൻ്റെ കണ്ണിൽ നിന്നും പൊഴിയാതെ ആ ഒരു ഭൂമി വിട്ടുപോയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം മക്കയും മദീനയും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. മക്ക എന്ന് പറയുന്നത് വളരെ ധൈര്യമാണ്, മക്കയിൽ ഒന്നും പേടിക്കാനില്ല. എന്നാൽ മദീന എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ഏറ്റവും ജീവനായ ഒരാൾ അവിടെയുണ്ട് എന്നുള്ളതാണ് മക്കയും മദീനയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമായി എനിക്ക് തോന്നിയത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും കാണാനൊരു ഫോട്ടോ പോലും ശേഷിപ്പിക്കാതെ ജനമനസ്സുകളിൽ ഇത്രയേറെ സ്വാധീനിച്ച, ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു നേതാവിനെയല്ലാതെ മൈക്കിൾ എഷാർട്ടിന് ആരെയാണ് ഒന്നാമതായി എഴുതാൻ സാധിക്കുക? ഇതുപോലെയൊരു മാസം റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട വാങ്ങിയത്. എൻ്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറയുന്നവൻ്റെ തലയറക്കുമെന്ന് പറഞ്ഞ് വാളുയർത്തി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന അബൂബക്കറും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് മുഴുമിപ്പിക്കാൻ പറ്റാതെ കരയുന്ന ബിലാലും കരയുന്ന സ്വഹാബികളും ഒക്കെ ഈ ഒരു മദീനയിൽ നമുക്ക് കണ്ണടച്ചിരുന്നാൽ അവരൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാനാകും. യാ റസൂലേ സലാം, മുഖം പൊത്തി ആ മണ്ണിൽ വീണ് കരഞ്ഞ് 1000 സലാം.